الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാമ അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയയിൽ തുടർന്നു കൊണ്ട് പറയുന്ന ഭാഗം വൽ മുഅ്മിനൂന കുല്ലുഹും ഔലിയാഉ അർ-റഹ്മാൻ വൽ മുഅ്മിനൂന കുല്ലുഹും ഔലിയാഉ അർ-റഹ്മാൻ വ അക്റമുഹും ഇൻദല്ലാഹി അത്വഉഹും വ അത്ബഉഹും ലിൽ ഖുർആൻ. വൽമുഅ്മിനൂന കുല്ലുഹും ഔലിയാഉർ റഹ്മാൻ. സത്യവിശ്വാസികൾ മുഴുവനും മുഅ്മിനീങ്ങൾ മുഴുവനും റഹ്മാനായ അല്ലാഹുവിൻ്റെ ഔലിയാക്കളാകുന്നു. വലിയ ഔലിയാ എന്ന് പറയുന്ന ആ വിഷയം മുസ്ലിം ലോകത്ത് വളരെ അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സംഭവമാണ്. അർഹതയില്ലാത്ത ആളുകളെ പലരും ഔലിയാക്കളാക്കുന്നു. യഥാർത്ഥ ഔലിയാക്കളെ അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയും ആക്ഷേപിക്കുകയും പുറത്തു നിർത്തുകയും ചെയ്യുന്ന സത്യത്തിന്റെ ആളുകളെ അസത്യത്തിന്റെ ആളുകളായി കാണുകയും ബാത്തിലിന്റെ ആളുകളെ ഹക്കിന്റെയും സത്യത്തിന്റെയും വക്താക്കളായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി വിവരം നൽകിയ ഒരു സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ ഭാഗം ഈ യഥാർത്ഥത്തിൽ വലിയ ഔലിയ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ കൂടെ കൃത്യമായി ആരാണത് എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടത്. അതിൽ യാതൊരു അവ്യക്തതയും ആശയക്കുഴപ്പം ഇല്ല. സത്യത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ വലിയ, ആരാണ് ഔലിയാക്കൾ എന്നുള്ളത് അവരുടെ അടയാളങ്ങൾ ലക്ഷണങ്ങൾ സഹിഹായ ഹദീസുകളിൽ കൂടെ പല ഭാഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വിവരിച്ചതാണ്. ഈ പറയുന്ന ഖുർആനിന്റെയും സുന്നത്തിന്റെയും എതിർപക്ഷത്തിൽ നിൽക്കുന്ന ആളുകൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അതിനെ വികലമായി സമൂഹത്തിന്റെ ഇടയിൽ അവതരിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആശയക്കുഴപ്പത്തിലും അവ്യക്തമായി കൊണ്ട് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് വളരെ വ്യക്തമാണ് ആരാണ് വലി, ആരാണ് ഔലിയാക്കൾ എന്നുള്ളത്. വലിയ എന്ന് പറയുന്നതും ഔലിയ എന്ന് പറയുന്നതൊക്കെ വലായത്ത് അതല്ലെങ്കിൽ വിലായത്ത് എന്ന് പറയുന്ന അറബി പദം, ആ പറയുന്ന പദത്തിൽ നിന്നാണ് വലിയ ഔലിയ എന്നുള്ള ഈ വാക്കുകളൊക്കെ വന്നിരിക്കുന്നത്. ഫൽ മുഅ്മിനൂന ഔലിയാഉല്ലാഹ്. സത്യവിശ്വാസികളാണോ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് അവകാശപ്പെടാം, അതിൽ സന്തോഷിക്കാം, അഭിമാനിക്കാം. ഈമാൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ഈമാൻ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. വല്ലാഹു തആല വലിയുഹും. അവരുടെ സഹായി, അവരുടെ സംരക്ഷകൻ, അവരെ സ്നേഹിക്കുന്നവൻ, അവരുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവൻ. ഈ ഔലിയാക്കളെ ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയോ അതല്ലെങ്കിൽ അവരെ നശിപ്പിക്കാനോ തകർക്കാനോ ശ്രമിച്ചു വരുന്ന ശത്രുക്കളെ അവരോട് നേരിടാൻ അള്ളാഹു അത് ഏറ്റെടുത്തതാണ്. അവനതിന് തയ്യാറാണ്. ഈ ഔലിയാക്കളായ മുഅ്മിനീങ്ങൾക്ക് സംരക്ഷകനായി അവരുടെ മുന്നിൽ വരുന്ന, അവരോട് നേരിടാൻ വരുന്ന ശത്രുക്കളെ തകർക്കാൻ, അവരോട് നേരിടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തയ്യാറായി നിൽക്കുന്നവനാണ്. ഇതൊക്കെ സഹിഹായ ഹദീസുകളിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വിവരിച്ച കൃത്യമായ കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു വലിയുല്ലദീന ആമനു.
സത്യവിശ്വാസികളായ ആളുകളെ അവരെ സ്നേഹിക്കുന്ന, അവരെ സഹായിക്കുന്ന, അവരെ കാര്യങ്ങൾ നോക്കി നടത്തി കൊടുക്കുന്ന, അവർക്ക് വരുന്ന വിപത്തുകളിൽ നിന്ന് സുരക്ഷയും സംരക്ഷണവും നൽകുന്ന ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. പല ജാതി അന്ധകാരങ്ങളുണ്ട് ഇവിടെ. ശിർക്കിൻ്റെതുണ്ട്, കുഫറിൻ്റെതുണ്ട്, ബിദ്അത്തിൻ്റെതുണ്ട്, ഖുറാഫാത്തിൻ്റെതുണ്ട്. ഇങ്ങനത്തെ ലലാലത്തിന്റെ വഴികേടിന്റെ ഒരുപാട് ഇരുട്ടുകളുള്ള ഒരു സമൂഹത്തിൽ, ഒരു ലോകത്ത്, അവിടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ അന്ധകാരത്തിൽ നിന്ന് ഈ മുഅ്മിനീങ്ങളായ ആളുകളെ അല്ലാഹു ഹിദായത്തിന്റെ, പ്രകാശത്തിന്റെ, ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ അഖീദയുടെ മൻഹജിന്റെ മാർഗങ്ങളിലേക്ക് അവരെ കൊണ്ടുവരും. അവർക്ക് ശരിയായ മാർഗം, വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടിക്കൊടുക്കും. അങ്ങനെ നേരായ ശരിയായ വിശ്വാസത്തിൽ, സൽക്കർമ്മത്തിൽ മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നേരെ മറിച്ച് സത്യനിഷേധികളായ ആളുകൾ വല്ലദീന കഫറു ഔലിയാഉഹുമുശ് ശൈത്താൻ. സത്യനിഷേധികളായ ആളുകളാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്താൻ ഏറ്റെടുത്ത ആള് പിശാചികളാണ്. പിശാചാണ് അവരെ കാര്യങ്ങൾ, അവർക്ക് മുന്നിൽ നിൽക്കുന്ന, അവരെ കാര്യങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വസ്വാസും അവരുടെ മനസ്സിലുണ്ടാക്കി ഈ ചിന്തകൾ ഇട്ട് കൊടുക്കുന്നത് പിശാചാണ്. ഈ പിശാചി ഈ പറയുന്ന സത്യനിഷേധികളെ ചെയ്യുന്നത് പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ് അവരെ തള്ളുന്നത്. ശരിയായ മൻഹജിൽ നിന്ന്, ശരിയായ അഖീദയിൽ നിന്ന്, ആദർശത്തിൽ നിന്ന്, ദീനുൽ ഇസ്ലാമിൽ നിന്ന് ശിർക്കിലേക്കും കുഫറിലേക്കും അനാചാരങ്ങളിലേക്കും പാപങ്ങളിലേക്കും അധപ്പതനങ്ങളിലേക്ക്, ഈ ലോകത്തും പരലോകത്തുമുള്ള പരാജയം, ഇരുളുകൾ, അതിലേക്കാണ് അവരെ കൊണ്ടുപോയി തള്ളുന്നത്. അവസാനം നരകത്തിലുള്ള ആ ഇരുട്ടിലേക്ക് അവരെ കൊണ്ടുപോയി ഈ പിശാച് തള്ളും. അതുവരെ അവൻ അവരെ കൂടെ നിൽക്കുകയും ചെയ്യും. ഇതാണ് സത്യനിഷേധികളുടെ അവസ്ഥ. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലിക ബിഅന്നല്ലാഹ മൗലല്ലദീന ആമനു. മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകളുടെ സംരക്ഷകൻ, അവരുടെ സംരക്ഷണം ഏറ്റെടുത്തവൻ അല്ലാഹുവാണ്. അവർക്ക് അല്ലാഹുവിന്റെ ഈ താങ്ങും തണലും, അല്ലാഹുവിന്റെ തൗഫീഖും അവന്റെ സഹായവും സംരക്ഷണവും അതുണ്ടാകും. വല്ലദീന കഫറു വഅന്നൽ കാഫിരീന ലാ മൗലാ ലഹും. സത്യനിഷേധികളായ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു സംരക്ഷകനില്ല. പിശാച് അവരെ ഏത് സമയത്തും അവരെ ചതിക്കും, അവരെ വഞ്ചിക്കും. പരലോകത്ത് വെച്ച് അവനത് തുറന്നവരോട് പറയുകയും ചെയ്യും, ഞാൻ നിങ്ങളുടെ മനസ്സിൽ വസ്വാസുകൾ പലതും തോന്നിപ്പിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ ചെയ്തിട്ടില്ല. ഇനി ഇവിടെ നിന്നങ്ങോട്ട് നിങ്ങളെ കൂടെ ഞാനില്ല. അവനും പരാജയത്തിലാണ്. അവനെ ആശ്രയിച്ച കുഫാറുകളും ഫുജാറുകളും അവരും പരാജയത്തിലാണ്. ഭാഷാ പണ്ഡിതന്മാര് പറഞ്ഞു, ഈ പറയുന്ന വിലായത്ത് എന്നുള്ള നിലക്ക് ആ വാക്കിനെ പറയും. അതേപോലെ തന്നെ വലായത്ത് എന്നും പറയും. വിലായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അധികാരം, ആധിപത്യം എന്നുള്ളതാണ്. യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ലോകത്ത് ആധിപത്യവും സംരക്ഷണവും അവർക്ക് ഈ ലോകത്തുള്ള മറ്റുള്ള സംവിധാനങ്ങളും അല്ലാഹു ഒരുക്കി കൊടുക്കും. അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്ന, യഥാർത്ഥ ഈമാനിലും തഖ്വയിലുമായി മുന്നേറുന്ന അടിമകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനത്തോടെ അവരുടെ യാദൃശ്യവുമായി മുന്നേറാനുള്ള ആധിപത്യവും അധികാരവും ഈ ലോകത്ത് അല്ലാഹു ഒരുക്കി കൊടുക്കും. വിലായത്ത് എന്ന് പറഞ്ഞാൽ, വലായത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായം, അവന്റെ സ്നേഹം, അവന്റെ സംരക്ഷണം, അവന്റെ തൗഫീഖ്, ഈ പറയുന്ന കാര്യങ്ങൾ രണ്ട് നിലക്കും പണ്ഡിതന്മാർ ഈ പറയുന്ന പദങ്ങളെ അത് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വന്ന വാക്കാണ് വലിയ, ഔലിയ. വലിയ എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച്, നേരെ മറിച്ച് ഔലിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആ കൂട്ടത്തിനെ കുറിച്ച് പറയുന്നതാണ്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പറയുന്ന ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ മുഴുവനും അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് യഥാർത്ഥ വലിയ എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂനുസിൽ ആരാണ് യഥാർത്ഥ വലിയ എന്നുള്ളത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ, അറിയുക, ഇന്ന ഔലിയാ അല്ലാഹ്, മുഅ്മിനീങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ആ സൂറത്ത് യൂനുസിലുള്ള ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു, അലാ, അറിയുക, ഇന്ന ഔലിയാ അല്ലാഹി, നിശ്ചയം അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖുർആനിന്റെ മുഫസ്സിരീങ്ങൾ അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അവർ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഭാവി അവരുടെ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു പേടിയും ഉത്കണ്ഠയും വെച്ച് പുലർത്തേണ്ടതില്ല. അവർക്ക് സുരക്ഷയുണ്ടാകും, അവർക്ക് സംരക്ഷണമുണ്ടാകും, അള്ളാഹുവിന്റെ കാവലുണ്ടാകും. വലാഹും യഹ്സനൂൻ, അവർക്ക് ഇനി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വ്യസനിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ലഭിക്കാൻ പോകുന്നത് അതിലേറെ
അനുഗ്രഹപൂർണമായ അതിലേറെ മഹത്തായ പ്രതിഫലങ്ങളും അതുപോലെ തന്നെ ഭാവിയിൽ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുമാണ്. ഇങ്ങനത്തെ ബഹുമാന ആദരവുള്ള ആളുകളാണ് ഔലിയാക്കൾ എന്നുണ്ടെങ്കിൽ ആരാണ് യഥാർത്ഥ ഔലിയാക്കൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ കാര്യം കൃത്യമായി വിശദീകരിച്ചു തന്നു. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലാഹുവിന്റെ വലിയൊരാൾക്കാവണമെന്നുണ്ടെങ്കിൽ, നാം ഒരാളെ അള്ളാഹുവിന്റെ വലിയായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അല്ലദീന ആമനു, അവരുടെ ആദർശം, വിശ്വാസം അത് ശരിയായതായിരിക്കണം. വിശ്വാസപരമായ കാര്യങ്ങളിൽ കൃത്യത ഉണ്ടായിരിക്കണം. അള്ളാഹുള്ള വിശ്വാസം, മലക്കുള്ള വിശ്വാസം, പ്രവാചകന്മാരുടെ വിശ്വാസം, ഈ പറയുന്ന ഈമാനിന്റെ പ്രധാനപ്പെട്ട അർക്കാൻ 6 കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള തുടർന്നുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ, അതിൽ കൃത്യമായ ആ വിശ്വാസ ആദർശത്തിലുള്ളവരായിരിക്കണം. വകാനു യത്തഖൂൻ, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അധ്യാപനങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പാലിക്കുന്നവരുമായിരിക്കണം. അള്ളാഹുവും റസൂലും നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് കൃത്യമായി നിർവഹിക്കുന്നവർ, പാലിക്കുന്നവരാവണം. അള്ളാഹുവും റസൂലും നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അത് ഒഴിവാക്കുന്നവരായിരിക്കും. ഇതാണ് തഖ്വയുടെ ഏറ്റവും ആദ്യത്തെ പടി. ഇതാണ്. ഈ 2 ഉപാധികളൊക്കെ ആരുണ്ടോ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഔലിയാഉല്ലാഹി ഹും അഹ്ലുൽ ഈമാനി വത്തഖ്വ. യഥാർത്ഥ ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, പിശാചിന്റെ ഔലിയാക്കൾ വേറെ ഭാഗത്തുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ഈമാനും തഖ്വയുമുള്ള ആളുകളാണ്. ഹുമുല്ലദീന അഖ്ലസൂ ലില്ലാഹിൽ ഇബാദ, തൗഹീദുള്ളവരാണ്. ഷിർക്കും ബിദ്അത്തും ഖുറാഫാത്തും റിയാഉം, ആളുകളെ ബോധിപ്പിക്കുന്ന, ആളുകളെ കാണിക്കുന്ന, കേൾപ്പിക്കുന്ന ഇങ്ങനത്തെ വൃത്തികെട്ട ആദർശങ്ങളോ അതല്ലെങ്കിൽ വിശ്വാസങ്ങളോ ഒന്നും വെച്ച് പുലർത്താത്ത നിഷ്കളങ്കമായ തൗഹീദുള്ള അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, വസ്തഖാമു അലാ ദീനിഹി, അള്ളാഹുവിന്റെ ദീനിൽ കൃത്യമായി നേരായ ചൊവ്വായി അതിൽ സഞ്ചരിക്കുന്നവരാണ്. വത്തഖൂഹു ജല്ല വഅല, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവര്. ഫഅദ്ദു ഫറാഇലഹു, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവർ കൃത്യമായി അത് പാലിക്കും. വതറകു മഹാരിമഹു, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഒഴിവാക്കും ചെയ്യും. വവഖഫു ഇൻദ ഹുദൂദിഹി, അള്ളാഹു നമുക്ക് സൃഷ്ടികൾക്ക് വരച്ച വരയിൽ കൃത്യമായി നിൽക്കുന്നവർ. നമുക്ക് മുൻകടക്കാൻ, മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ചില നിയന്ത്രിത ചില പരിധികളുണ്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കും. നമ്മുടെ കയ്യിലുള്ള സമ്പത്താണെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, നമ്മുടെ ശരീരമാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ഈ ലോകത്ത് കൊണ്ടുപോകണം, നമ്മുടെ ശരീരത്തിൽ മുളച്ച ഒരു രോമമാണെങ്കിൽ ആ രോമത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് കൃത്യമായ പരിധിയുണ്ട്, അതിന് അതിർവരമ്പുകളുണ്ട്. അവിടെ കൃത്യമായി നിൽക്കാൻ തയ്യാറാവണം. ഹഉലാഇഹും ഔലിയാഉല്ലാഹ്, ഇവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അഹ്ലുൽ ഈമാനി വത്തഖ്വ, അഹ്ലുൽ ബസീർ, ഈമാൻ വേണം, തഖ്വ വേണം. ഒരാൾക്ക് ഈമാനും തഖ്വയിലും മുന്നേറണമെന്നുണ്ടെങ്കിൽ ശർഈയായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വേണം, വ്യക്തത വേണം. വിഡ്ഢിത്തരത്തോടുകൂടെ, ജഹാലത്തോടുകൂടെ അള്ളാഹുവിന്റെ ദീനിൽ ഒരാൾക്ക് ഈമാനിലും തഖ്വയിലും മുന്നേറാൻ കഴിയൂല. നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം, കൃത്യമായി അതിനെക്കുറിച്ചുള്ള വ്യക്തത വേണം. അഹ്ലു സുദ്ഖില്ലദീന അഖ്ലസൂ ലഹു അൽ ഇബാദ, സത്യസന്ധത വേണം. വഞ്ചകന്മാരോ കാപട്യം വെച്ച് പുലർത്തുന്നവരോ ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നുള്ള ചാഞ്ചാട്ടമുള്ള ആളുകളോ ഇവർക്ക് യഥാർത്ഥത്തിലുള്ള ഔലിയാക്കളാകാൻ കഴിയുകയില്ല. അതേപോലെ ഷിർക്ക് അവരടുത്തുണ്ടാവാൻ പാടില്ല. നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തു, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആ പരിധിയിൽ കൃത്യമായി അവിടെ നിൽക്കുന്ന ആളുകളാവണം. ഹഉലാഇഹും ഔലിയാഉല്ലാഹ്, ഇവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കൾ. അവർക്ക് അവരുടെ ഭാവി ജീവിതത്തിനെ കുറിച്ച് അവർ പേടിക്കേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമുണ്ടാവുകയില്ല. അള്ളാഹു അവർക്ക് സഹായം, സംരക്ഷണം ഏറ്റെടുത്തത്. അവർക്ക് കഴിഞ്ഞു പോയ അവരുടെ ജീവിതത്തിനെ കുറിച്ച് അവർ വ്യസനിക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല. അവർക്ക് നേടാനുള്ളത് അതിലേറെ മഹത്തരമായതുമാകുന്നു. അവർക്ക് നേടാനുള്ളത് അതിലേറെ മഹത്തരമായതാണ്. فهذه النصوص كلها ثبت فيها موالات المؤمنين وانهم اولياء الله. മുഅ്മിനീങ്ങൾ പരസ്പരം ഇതുപോലത്തെ സ്നേഹബന്ധമുള്ളവരാണ്, അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. وان الله وليهم ومولاهم, അല്ലാഹു അവരെ സ്നേഹിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ സഹായവും തൗഫീഖും, നല്ല കാര്യങ്ങൾ മുന്നേറാനുള്ള തൗഫീഖും സഹായവും സംരക്ഷണവും അല്ലാഹു അവർക്ക് നൽകുകയും ചെയ്യും. ഫല്ലാഹു യതവല്ല ഇബാദഹുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ അടിമകളെ അല്ലാഹു ഏറ്റെടുക്കും. ഫയുഹിബ്ബുഹും, അല്ലാഹു അവരെ സ്നേഹിക്കും. വയുഹിബ്ബൂനഹു, അവർ അല്ലാഹുവിനെ സ്നേഹിക്കും. വയർളാ അൻഹും വയർളൗന അൻ, അവർക്ക് അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരായിരിക്കും. അവരുടെ റബ്ബും ഇലാഹുമായി അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരായിരിക്കും.
അള്ളാഹുവിന്റെ ദീനും ആ ശറഉം ഇസ്ലാമും അത് അവരുടെ ദീനും അവരുടെ മാർഗവും അവരുടെ ആദർശവുമായി അവരതിനെ തൃപ്തിപ്പെട്ടവരാണ്. ഈ ദീന് കൊണ്ടുവന്ന പ്രവാചകനെ അവരുടെ നബിയും റസൂലുമായി തൃപ്തിപ്പെട്ട ആളുകളാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഇങ്ങനത്തെ ഔലിയാക്കളുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ഹദീസുകളിൽ സഹിഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എന്റെ വലിയനോട് ആരെങ്കിലും ഒരാൾ ശത്രുത വെച്ച് പുലർത്തിയാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ ഈമാനും തഖ്വയുമുള്ള ആളുകൾ അവരുടെ ഈമാനിന്റെയും തഖ്വയുടെയും ലെവൽ എത്ര കുറവാണെങ്കിൽ പോലും അതിനനുസരിച്ച് അള്ളാഹുവിന്റെ ഈ സംരക്ഷണം, അള്ളാഹുവിന്റെ ഈ കാവല് അവരുടെ ശത്രുക്കളുടെ മുന്നിൽ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ഈ പറയുന്ന അള്ളാഹുവിന്റെ സംരക്ഷണം, സഹായം, അള്ളാഹുവിന്റെ കാരുണ്യം, അവന്റെ നന്മ ലൈസത്ത് കവലായത്തി, അതല്ലെങ്കിൽ കവിലായത്തിൽ മഖ്ലൂഖ് ലിൽ മഖ്ലൂഖ് ലിഹാജത്ത്. അള്ളാഹു ഈ പറയുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഈ സഹായം നൽകുന്നത്, അവരെ സ്നേഹിക്കുന്നത്, അവരോടുള്ള ഈ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് അള്ളാഹുവിന് സൃഷ്ടികളിലേക്ക് ആവശ്യമുണ്ടായിട്ടൊന്നല്ല. അള്ളാഹു അന്യാശ്രയന, മറ്റുള്ളവരിലേക്ക് യാതൊരു ആശ്രയവും ആവശ്യം ഇല്ലാത്ത ഗനിയാണ്, ഹമീദാണ്. പക്ഷേ അള്ളാഹുവിന് ഈ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടുള്ള ഇഷ്ടം കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഇഷ്ടപ്പെട്ടു, ഇവരെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്ന്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ എന്ന് പറയുന്ന ആയത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, യുഖ്ബിറു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന്ന ഔലിയാഅഹു ഹുമുല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലാഹുവിലുള്ള കൃത്യമായ വിശ്വാസവും തഖ്വയുമുള്ള ആളുകളാണ്. കമാ ഫസ്സറഹും റബ്ബുഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പറയുന്ന ആയത്തുകളിലൊക്കെ ഇതിങ്ങനെ കൃത്യത ഉള്ളതിനോട് കൂടെ തന്നെ ആളുകൾ ഈ പറയുന്നതിന് വിരുദ്ധമായി ഈമാനിന്റെ കാര്യത്തിൽ, തഖ്വയുടെ കാര്യത്തിൽ കുറവുള്ള പല ആളുകളും അവർ ഏറ്റവും വലിയ ഔലിയാക്കളാണ് എന്ന് പറയും. ചില മാനസിക രോഗികളായിരിക്കും, അതല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ ഈ കാര്യങ്ങളിൽ പരസ്യമായി വീഴ്ച വരുത്തുന്നവരായിരിക്കും. ചില ആളുകൾ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും തലവന്മാരായിരിക്കും. ഇങ്ങനത്തെ ആളുകൾ അവരുടെ ചില വേഷവിധാനത്തിൽ, അവരുടെ വൃത്തിഹീനമായ ചില രൂപങ്ങളിൽ, ശരീരത്തിലുള്ള ചില മാറ്റം, ഇതിന്റെ പേരിൽ അവർ ഔലിയാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അവഹേളിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് യഥാർത്ഥ ഈമാനുള്ള ആളുകൾ അവരല്ല അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അള്ളാഹുവിന്റെ കൽപ്പനകളും അധ്യാപനങ്ങളും കൃത്യമായി പാലിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല അവരുടെ കാഴ്ചയിൽ ഔലിയാക്കൾ. അവർക്ക് ശാരീരികമായി വസ്ത്രത്തിലൊക്കെയുള്ള വൃത്തിഹീനത വേണം, ചിലപ്പോൾ മാനസികമായ വിഭ്രാന്തി വേണം. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ ജാറങ്ങളിലും ദർഗകളിലും നിരന്തരം സന്ദർശനം നടത്തുന്നവരാവണം. ഈ പറയുന്ന അങ്ങനത്തെ ആളുകൾ കയ്യുമ്മൽ നോക്കുകയാണെങ്കിൽ 10 വിരലിലും അതല്ലെങ്കിൽ കയ്യിന്റെയും കാലിന്റെയും വിരലുകൾ മുഴുവനും പല ആഭരണങ്ങളും ധരിച്ചവരായിരിക്കും, കല്ലമാലകൾ ധരിച്ചവരായിരിക്കും, പച്ചയും കറുപ്പുമുള്ള ഒല്ലികൾ ധരിച്ചവരായിരിക്കും. അള്ളാഹുവിന്റെ ഈ ശറഅ്, അള്ളാഹുവിന്റെ ദീനിന്റെ മുന്നിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നവരായിരിക്കും. അങ്ങനത്തെ പല ആളുകളെയും ഔലിയാക്കളായി കൊണ്ട് സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കൾ ആരാണ് എന്നുള്ളത് കൃത്യമായി വിവരിച്ചു. കമാ ഫസ്സറഹും റബ്ബുഹും ഫകുല്ലു മൻ കാന തഖിയ്യൻ കാന ലില്ലാഹി വലിയ. ഈമാനും തഖ്വയുമുള്ള ആരാണെങ്കിലും അവൻ അള്ളാഹുവിന്റെ വലിയായിരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് അവരുടെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യത്തിൽ, മരണത്തിന്റെ ശേഷമാണെങ്കിലും അതിന്റെ മുമ്പാണെങ്കിലും വരാൻ പോകുന്ന ജീവിതത്തിൽ ഒന്നിനെയും പേടിക്കേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യം അവർക്കുണ്ടാവുകയില്ല. അവർക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ, ദുനിയാവില് അവരുടെ മുമ്പ് കഴിഞ്ഞു പോയ ജീവിതത്തിൽ അവർ സങ്കടപ്പെടേണ്ട ആവശ്യവും ഉണ്ടാവുകയും അവർക്ക് വരാനുള്ളത് ഇതിലേറെ അനുഗ്രഹമുള്ളതാണ്, ഏറ്റവും മുന്തിയത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു ഇബ്നു അബ്ബാസ് പോലത്തെ സഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ ഔലിയാ ഉല്ലാഹില്ലദീന ഇദാ റുഊ ദുഖിറല്ലാഹ്, അവരെ കാണുമ്പോൾ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ, ഒരു സ്മരണ നമുക്ക് വരും. ആ ഒരു നിലക്കുള്ള മുഖത്തിന്റെ പ്രസന്നതയും അള്ളാഹുവിന്റെ ദീനിന്റെ ആ ഒരു പ്രകാശവും അനുഭവപ്പെടുന്ന ആളുകളായിരിക്കും. അത് എല്ലാ ആളുകൾക്കും ഒരു പക്ഷേ അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ അനുഭവപ്പെട്ടുകൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞു. ഒരു ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞൊരു ഹദീസില് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റഹ്മഹുള്ളാഹി റിപ്പോർട്ട് ചെയ്ത നാസിറുദ്ദീൻ അൽബാനി സഹീഹാണ് എന്ന് പറഞ്ഞൊരു ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി ഇബാദൻ, അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്,
യഗ്ബത്തുഹുമുൽ അംബിയാ വശുഹദ, പ്രവാചകന്മാരും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ട രക്തസാക്ഷികളായ ശുഹദാക്കൾ പോലും ഇവരെ കാണുമ്പോ അത്ഭുതം തോന്നി. ഇവരെ കാണുമ്പോ ഞങ്ങൾക്കും അതുപോലെ ലഭിച്ചെങ്കിൽ എന്ന് തോന്നുമാറുള്ള അനുഗ്രഹങ്ങൾക്കുടമയായ ചില ആളുകളുണ്ട്. ഇത് പറഞ്ഞപ്പോ സഹാബികൾ മൻഹും യാ റസൂലല്ലാഹ് ലഅല്ലനാ നുഹിബ്ബുഹും, ആരാണിവര്? ഈ പറയുന്ന വ്യക്തികൾ ആരാര്? പ്രവാചകന്മാർക്കും അതേപോലെ തന്നെ ശുഹദാക്കൾക്കും പോലും ഇവരെ കാണുമ്പോ പുതുമയും അത്ഭുതവും തോന്നുമാറുള്ള ഈ അടിമകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ഹും ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ, തഹാബു ഫില്ലാഹി മിൻ ഗൈരി അംവാലിൻ വലാ അൻസാബ്, കുടുംബപരമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒരു ബന്ധം ഒന്നുമില്ലാതെ അള്ളാഹുവിലായിക്കൊണ്ട് ഈ ആദർശത്തിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച ഒരുപാട് ആളുകൾ. വുജൂഹുഹും നൂറുൻ, അവരുടെ മുഖങ്ങൾ പ്രകാശമായിരിക്കും ഖിയാമത്ത് നാളിൽ. അലാ മനാബിറ മിൻ നൂരിൻ, പ്രകാശത്തിനാലുള്ള സ്റ്റേജുകളിൽ, മിമ്പറുകളിലായിരിക്കും അവര് ഖിയാമത്ത് നാളിൽ അവിടെ വരിക. ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്, ആളുകൾ ആ മഹ്ശറ ലോകത്ത് പല ജാതി പേടികളും ഉത്കണ്ഠയിലും കഴിച്ചുകൂട്ടുമ്പോൾ ഇവർക്കൊരു പേടിയുണ്ടാകൂല. വലാ യഹ്സനൂന ഇദാ ഹസനന്നാസ്, ആളുകൾ വ്യസനിക്കുന്ന സമയത്ത്, കഴിഞ്ഞു പോയ കാലങ്ങളിൽ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടല്ല പലതും എന്ന് കരുതി സങ്കടപ്പെടുമ്പോൾ ഇവർക്ക് അവിടെ സങ്കടപ്പെടേണ്ട അവസ്ഥയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ഹദീസ് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ആയത്ത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു പേടിയും അവർക്കൊരു വ്യസനവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ എല്ലാ മുഅ്മിനീങ്ങളും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. എല്ലാ മുഅ്മിനീങ്ങളും അള്ളാഹുവിന്റെ ഔലിയാക്കൾ. പക്ഷേ ഈമാനിന്റെ കാര്യത്തില്, തഖ്വയുടെ കാര്യത്തില്, നമ്മുടെ ശാരീരികമായി നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകളുടെ കാര്യത്തില്, നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിലൊക്കെ ആളുകൾ തമ്മിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. എല്ലാവരും ഒരു ലെവലിലായിരിക്കുകയില്ല. അതിനനുസരിച്ച് ഈ വിലായത്തിന്റെ, ഈ വലിയ എന്ന് പറയുന്ന സ്ഥാനത്തിലും ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗങ്ങളായിട്ട് പരിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിൽ കൂടെ ആളുകൾ, ഈമാനുള്ള ആളുകൾ തന്നെ 3 വിഭാഗങ്ങളായിട്ട് അല്ലാഹു വിഹിതിച്ചത് കാണാൻ കഴിയും മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ. ഫകുല്ലു മുഅ്മിനിൻ ലഹു നസീബുൻ മിൻ വിലായത്തില്ലാഹി വ മഹബ്ബത്തിഹി വ ഖുർബി, എല്ലാ മുഅ്മിനും അള്ളാഹുവിന്റെ വലിയ, അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ സാമീപ്യം എന്നുള്ളത് ഒരു വിഹിതം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഹാദൻ നസീബു യതഫാവതു ബിഹസ്ബിൽ അഅമാലി സ്വാലിഹത്തിൽ ബദനിയത്തി വൽ ഖൽബി, നമ്മുടെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകൾ, നമ്മുടെ മനസ്സിലുള്ള, ഹൃദയത്തിലുള്ള, ഖൽബിലുള്ള ആദർശം, വിശ്വാസം, അതനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഈ പറയുന്നു അല്ലത്തി യതഖറബു ബിഹാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഓരോ അടിമകളും നിർവഹിക്കുന്ന ഇബാദത്തനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതിനനുസരിച്ച് ഈ വിലായത്ത്, ആ പദവിയിലും ഏറ്റക്കുറച്ചിലുണ്ടാകും. ആളുകൾ ഒന്നിരിക്കൽ അല്ലാലിമു ലിനഫ്സിഹി, സ്വന്തം ശരീരത്തിനോട് അക്രമം കാണിച്ച ആളുകളായിരിക്കും. അഥവാ ഈമാനുണ്ടാകും, തഖ്വയുണ്ടാകും, അതോടുകൂടെ പാപകരമായ കാര്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും മനുഷ്യർ. ഒരു പക്ഷേ അങ്ങനെയായിരിക്കും തെറ്റുകൾ ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യൻ. അപ്പോ ഫഹാദാലഹു മിനൽ വിലായത്തി ബിഖദ്രി ഈമാനിഹി വ അഅമാലിഹി സ്വാലിഹ, അവൻ ചെയ്യുന്ന അവന്റെ അടുത്തുള്ള ഈമാൻ, ആദർശവും സൽക്കർമ്മങ്ങൾക്കനുസരിച്ച് അവൻ വലിയ എന്ന് പറയുന്ന സ്ഥാനം ഉണ്ടാകും. പക്ഷേ അവന്റെ അടുത്തുള്ള പാപങ്ങൾക്കനുസരിച്ച് അതിൽ കുറവുണ്ടാകും. മറ്റൊരു വിഭാഗം അൽ മുഖ്തസിദ്, മിതത്വം പാലിക്കുന്നവര്. അവര് അൽ മുഅ്മിനുല്ലദീ യുഹാഫിളു അലാ അവാമിരില്ലാ വയജ്തനിബു മആസിയ, അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. വിശ്വാസപരമായതാണെങ്കിലും ആരാധനകളാണെങ്കിലും അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കും. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ കൃത്യമായി ഒഴിവാക്കും ചെയ്യും. പക്ഷെ വലാകിന്നഹു ലാ യജ്തഹിദു ഫീ അദാഇൻ നവാഫിൽ, ഒരുപാട് സുന്നത്തുകളൊന്നും അവർ നിർവഹിക്കൂല. ഒരുപാട് സുന്നത്തുകളും സഹാബികളുടെ കൂട്ടത്തിൽ ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുന്ന സമയം നിസ്കാരത്തിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കൊടുത്ത സമയം ലാ അസീദു അലാ ഹാദാ ലാ അസീദു അലാ ദാലി, അതിലേറെ ഞാൻ കൂട്ടൂല, അതിലേറെ ഞാൻ കൂട്ടൂ, ഇത് മാത്രം ചെയ്യും. അങ്ങനത്തെ ആളുകൾ നിർബന്ധം കൃത്യമായിട്ട് ചെയ്തു, ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കി കൂടുതൽ സുന്നത്തുകളൊന്നും ചെയ്യാതെ പോകുന്ന ആളുകൾ ഉണ്ടാകും. അവര് മുമ്പ് പറഞ്ഞ ആളെ അപേക്ഷിച്ച്, അഥവാ ആദർശം, ഈമാനും സൽക്കർമ്മങ്ങളുണ്ട്, പാപങ്ങളും ചെയ്യുന്നുണ്ട്, അവരെ അപേക്ഷിച്ച് ഇവരൊരുപാട് മേലെയാണ്. ഇവർ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് പാലിച്ചു. ഒരുപാട് കാരൊന്നുമില്ലാത്തവര്, ഇവർക്ക് അതിനനുസരിച്ച് വിലായത്തുണ്ടാകും. പിന്നെ അസ്സാബിഖു ബിൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങളിൽ മുന്നേറുന്ന ആളുകൾ, നല്ല കാര്യങ്ങൾ മുന്നേറുന്ന അവരെങ്ങനെ? നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചു, ഹറാമായ കാര്യങ്ങൾ കൃത്യമായി ഒഴിവാക്കി, സുന്നത്തായ ധാരാളം കാര്യങ്ങൾ, ഐച്ഛികമായ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ്. അങ്ങനത്തെ ഒരു അസ്സാബിഖും ബിൽ, അതിൽ തന്നെ പല ആളുകളും
പല ഏറ്റക്കുറച്ചിലുകൾ പദവികളിൽ ആയിരിക്കും ചെയ്യും. അതിനനുസരിച്ച് അവർക്ക് ഈ വിലായത്ത്, ഈ പറയുന്ന പദവി, അള്ളാഹുവിന്റെ സ്നേഹവും ബഹുമാനവും സംരക്ഷണവും ആദരവും അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ 3 നിലക്കായിരിക്കും ആളുകളുടെ അവസ്ഥകൾ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഈ പറഞ്ഞ കാര്യം കുറച്ചുകൂടി നമുക്ക് കൃത്യമായി മനസ്സിലാകും. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ അള്ളാഹു പറഞ്ഞതായിട്ട് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നു. യഖൂലുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ മുഹാറബ. എന്റെ വലിയനോട് ഒരാൾ ശത്രുത വച്ചാൽ, മറ്റ് പദങ്ങളും വാക്കുകളും ഉണ്ട് ഈ ഹദീസിൽ. എന്റെ വലിയനോട് ആരെങ്കിലും ഒരാൾ ശത്രുത വച്ചാൽ ഫഖദ് ബാറസനി ബിൽ മുഹാറബ, യുദ്ധം ചെയ്യാൻ അവൻ എന്നോട് പോർവിളി നടത്തിയ ആളാണ്, എന്നോട് യുദ്ധം ചെയ്യും എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ആള്. അള്ളാഹുവിന്റെ ഔലിയാക്കോട് ഒരാള് ശത്രുത കാണിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ വ്യക്തി അള്ളാഹുവിനോട് യുദ്ധത്തിന് വേണ്ടി പോർവിളി നടത്തിയ ആളാണ്, യുദ്ധം ചെയ്യാൻ അള്ളാഹുവിനോട് വെല്ലുവിളിച്ച ആളാണ് എന്ന് പറയും. വമാ തഖറബ, അള്ളാഹുവിനോട് ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യാൻ വേണ്ടി പോർവിളി നടത്തി വെല്ലുവിളിച്ചു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്കാണ് പരാജയം ഉണ്ടാകുക. അള്ളാഹുവിനെ തോൽപ്പിക്കാനോ അള്ളാഹുവിനെ പരാജയപ്പെടുത്താനോ കഴിയുകയില്ല. അപ്പോൾ ഈ അള്ളാഹുവിന്റെ വലിയനെ പരാജയപ്പെടുത്താനോ തകർക്കാനോ ഈ ശത്രുവിന് കഴിയുകയില്ല എന്നുള്ള അർത്ഥം ആശയം. വമാ തഖറബ ഇലൈ, എങ്ങനെയാണ് ഒരാൾ വലിയാകല്? വമാ തഖറബ ഇലയ്യ അബ്ദി ബിമിസ്ലി അദാഇ മഫ്തറതു അലൈ. ഒരടിമക്ക്, ഏതൊരാളാണെങ്കിലും അവന് അള്ളാഹുവിനെ കടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അവൻ നിർവഹിക്കേണ്ടത് നിർബന്ധമായ കാര്യങ്ങൾ. ഏറ്റവും ആദ്യം അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അവന്റെ സ്നേഹം സമ്പാദിക്കണം എന്ന് ആരാഗ്രഹിക്കുന്നോ അവർ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നിർബന്ധമായ കാര്യങ്ങൾ, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൃത്യമായി പാലിക്കാന്നുള്ളത്. ചില ആളുകൾ നിർബന്ധത്തിന് പ്രാധാന്യം കൊടുക്കാതെ സുന്നത്തിന് പ്രാധാന്യം കൊടുക്കും. ജമാഅത്തായ ഇശാ നിസ്കാരത്തിന് ജമാഅത്തിന് പങ്കെടുക്കാൻ അവർ ശ്രദ്ധ കാണിക്കൂല. നേരെ മറിച്ച് ഖിയാമുൽ ലൈൽ പള്ളിയിൽ നടക്കുമ്പോൾ അങ്ങോട്ട് ഓടിക്കതച്ച് ചില ആളുകൾ വരും. നിർബന്ധമായ ഉത്തരവാദിത്തങ്ങൾ, ചെലവാക്കേണ്ട കാര്യങ്ങൾ ചില ആളുകൾ കൃത്യമായിട്ട് പാലിക്കൂല, ചെയ്യൂല. മറ്റുള്ള ദാനധർമ്മങ്ങൾ ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ പോയിട്ട് അത് കൂടുതൽ ചെയ്യും. ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ നിർബന്ധമായ ഉത്തരവാദിത്തങ്ങൾ, കാര്യങ്ങൾ അവൻ ചെയ്യണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്, അള്ളാഹുവിനെ അടുക്കാനുള്ള മാർഗമാണ്. അങ്ങനെ വലാ യസാലു, ഈ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തതിന്റെ ശേഷം വീണ്ടും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ, സുന്നത്തായ കാര്യങ്ങൾ, ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരടിമ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അതിൽ അവൻ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച്, ദാനധർമ്മമാണെങ്കിൽ കൂടുതൽ ചെയ്യുക, ഖുർആൻ പാരായണം കൂടുതലാവുക, നിസ്കാരങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൽ ഫർള് കഴിഞ്ഞതിന്റെ ശേഷം സുന്നത്തായ പല ജാതി നിസ്കാരങ്ങളുണ്ട്, അത് നിർവഹിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ കൂടുതൽ അടിമ ചെയ്യും തോറും ഹത്താ ഉഹിബ്ബഹു, ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. അള്ളാഹുവിന് ആ വ്യക്തിയോട് ഇഷ്ടം കൂടും അവന്റെ അടുത്തുള്ള ഇബാദത്തുകൾക്കനുസരിച്ച്. അങ്ങനെ ഫഇദാ അഹ്ബബ്തുഹു, ഈ അടിമയെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന അവന്റെ കേൾവി പിന്നെ ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന അവന്റെ കാഴ്ച ഞാനാകും, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല. വയദഹു അല്ലതീ യബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന അവന്റെ കയ്യ് അല്ലാഹു ആകും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടന്നു പോകുന്നവന്റെ കാല് ഞാനാകും, അല്ലാഹു ആകും. ഈ പറയുന്ന ഭാഗം ചില പിഴച്ച കക്ഷികൾ അവർ പറഞ്ഞു, ഒരാള് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ധാരാളം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ അള്ളാഹുവിനോട് ലയിക്കുക ചെയ്യുക. വഹദത്തുൽ വുജൂദ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പരസ്യമായ സത്യനിഷേധത്തിന്റെ വാക്കുകൾ സൂഫികളായ ആളുകൾ പലരും പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇന്നും അതിന്റെ വക്താക്കൾ ആവേശത്തോടു കൂടെ പറയുന്ന കാര്യങ്ങളാണ് വഹദത്തുൽ വുജൂദ്. അള്ളാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ട് ഒരാൾ മുന്നേറി പിന്നെ അവൻ അള്ളാഹുവിനോട് ലയിച്ചു, അല്ലെങ്കിൽ അള്ളാഹു അവരിൽ ഇറങ്ങി. കുഫാറുകളൊക്കെ പറയുന്നത് പോലെ അവതാരം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരവസ്ഥ. ഹല്ലാജി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സൂഫികളായ ആളുകൾ പറഞ്ഞു പുകഴ്ത്തുന്നൊരു വ്യക്തി, ഈ പറയുന്ന വ്യക്തി, ആ സൂഫികളായ ആളുകൾ ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഇബാദത്തുകളും ഈ പറയുന്ന സൽക്കർമ്മങ്ങളും ചെയ്ത് മുന്നേറി അവസാനം അള്ളാഹു വേറെ അയാൾ വേറെ എന്നുള്ളൊരു അവസ്ഥ ഇല്ലാത്ത ദീലായിരുന്നു. അനല്ലാ എന്ന് പറയുമായിരുന്നു ആ മനുഷ്യൻ. ഞാൻ തന്നെയാണ് അള്ളാഹു. ഇനി നോക്കുന്നത് മുഴുവനും ആ വ്യക്തിക്ക് അള്ളാഹുവായിട്ട്
തോന്നുന്ന ആ ഒരവസ്ഥയിൽ അള്ളാഹുവിലേക്ക് അടുത്തു. ഇത് പരസ്യമായ കുഫറാണ്, സത്യനിഷേധമാണ്. പ്രവാചകന്മാരാണ് ഇവിടെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ. പ്രവാചകനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവാണ്. ഇങ്ങനത്തെ സത്യനിഷേധത്തിന്റെ വാക്കുകൾ അവരാരും പറഞ്ഞിട്ടില്ല. ഈ ഹദീസിൽ പറഞ്ഞത് അള്ളാഹുവിലേക്ക് ഒരാൾ അടുത്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് അടുത്ത് അള്ളാഹു അവന്റെ കേൾവിയാകും, കാഴ്ചയാകും എന്ന് പറഞ്ഞാൽ അവന് പിന്നെ അള്ളാഹുവിനോടുള്ള ആ സാമീപ്യം കാരണം, ആ ഇബാദത്തിൽ മുന്നേറിയത് കാരണം അവന്റെ ഈ പറയുന്ന അവയവങ്ങൾ കൊണ്ട് തെറ്റായ ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത നിലക്കുള്ളൊരു മാനസികമായ അവസ്ഥയിൽ ആ വ്യക്തി എത്തും. അള്ളാഹു അവന്റെ കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും കൈ കൊണ്ടും കാലുകൊണ്ടും നല്ല ത്വാഅത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് തന്നെ അവന് ചെയ്തുകൊണ്ടേയിരിക്കും. പിശാചിന് അവനെ വഴി പഴപ്പിക്കാനുള്ള ഒരു സ്വാധീനം, അതിനുള്ള ഒരു കഴിവ് ഇല്ലാത്ത നിലക്കുള്ള സൽക്കർമ്മത്തിൽ മുന്നേറാൻ കഴിയും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അങ്ങനെ അങ്ങനെ എന്നെ കൊണ്ടായിരിക്കും പിന്നെ അവന്റെ കേൾക്കല്, എന്നെ കൊണ്ടായിരിക്കും അവന്റെ കേൾക്കൽ, എന്നെ കൊണ്ടായിരിക്കും അവൻ കാണല്, എന്നെ കൊണ്ടായിരിക്കും അവൻ വാങ്ങലും കൊടുക്കലും, എന്നെ കൊണ്ടായിരിക്കും അവന്റെ നടത്തം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊരു പ്രവൃത്തി ഈ വ്യക്തിയിൽ നിന്ന് വരാതിരിക്കുമാർ അവന് അള്ളാഹുവിന്റെ കാവലിലും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലും ആകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. വല ഇൻ സഅലനി ലഉഅതിയന്ന, അവൻ എന്നോട് ചോദിക്കുന്ന പക്ഷം ഞാൻ അവന് ചോദിച്ച അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. വല ഇൻ ഇസ്തആദനി ലഉഈദന്ന, അവൻ എന്നോട് ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് അഭയം തേടി കാവലിനെ തേടിയാൽ ഞാൻ അവനെ കാത്തു സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ഈ പറയുന്ന ഹദീസിന്റെ ഈ ഭാഗത്ത് പറയും. എന്നോട് അവൻ ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കും. ഈ പറഞ്ഞാൽ ചോദിക്കുന്ന ഒരാളുണ്ട്, അത് നൽകുന്ന മറ്റൊരാളുണ്ട്. സൂഫികളായ ഖുറാഫാത്തിന്റെ ബിദ്അത്തിന്റെ ആളുകൾ പറയുന്നത് പോലെ ഇബാദത്ത് ചെയ്താൽ അയാൾ അള്ളാഹുവിലേക്ക് അടുത്ത്, ഇനി അയാൾക്ക് പ്രത്യേകിച്ച് നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കാരോ ഇബാദത്തുകളോ ശറഅോ റസൂല് കൊണ്ടുവന്ന ഈ ദീനിന്റെ അധ്യാപനങ്ങൾ ബാധകമല്ല എന്ന് പറയുന്ന ആളുകൾക്ക് വ്യക്തമായ മറുപടിയാണ് ഈ ഹദീസിന്റെ അവസാന ഭാഗത്തിലുള്ളത്. എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കും. ഇബാദത്തിൽ മുന്നേറിയാലും ചോദിക്കുന്ന ഒരാൾ അടിമ അവിടെ ഉണ്ട്, അത് നൽകുന്ന ഉടമയായ സൃഷ്ടാവായ അള്ളാഹു അവിടെ വേറെയുണ്ട്. അതല്ലാതെ ഇവർ പറയുന്നത് പോലെ അള്ളാഹും ഈ വ്യക്തിയും ഒന്നായി ഏകനായി മുഴുവനും അള്ളാഹുവിൽ ലയിച്ചു എന്ന് പറയുന്നത് തെറ്റായ കുഫറിന്റെ സത്യനിഷേധത്തിന്റെ വാദമാണ്. വല ഇൻ ഇസ്തആദനി ലഉഈദന്ന എന്ന് പറഞ്ഞ ഈ പറയുന്ന ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ത്വാഅത്തിലും സൽക്കർമ്മത്തിലും മുന്നേറുന്ന ഒരു അടിമ, അവന് എത്തിപ്പെടുന്ന ബഹുമാന ആദരവ്, അവന് അള്ളാഹുവിലേക്ക് മുന്നേറാൻ തൗഫീഖ് നൽകുന്ന കാര്യങ്ങൾ കൃത്യമായി ഇതിൽ പറയുന്നു. സ്വന്തം ശരീരത്തിനോട് ളുൽമ ചെയ്യുന്ന ആളുകൾ, തെറ്റുകളും പാപങ്ങളുമുള്ള ആളാണെങ്കിൽ അവന്റെ അടുത്തുള്ള ഈമാനും തഖ്വക്കും അനുസരിച്ച് അള്ളാഹുവിന്റെ വിലായത്തുണ്ടാകും, അള്ളാഹുവിന്റെ സംരക്ഷണവും അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകും, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അവന്റെ അടുത്തുള്ള തെറ്റുകളും പാപങ്ങളും അനുസരിച്ച് ഈ പറയുന്ന വിലായത്തിന്റെ പദവി അത് അവന് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ഇതാണ് ചുരുക്കത്തിൽ ഔലിയാക്കൾ എന്ന് പറഞ്ഞ ആ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള. അതിൽ യാതൊരു അവ്യക്തതയില്ല, അതിൽ ആശയക്കുഴപ്പമില്ല. പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു വിവരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് മുന്നിടുന്ന ഒരു വ്യക്തി അവൻ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്ത് മുന്നേറി പിന്നെ സുന്നത്തായ ഐച്ഛികമായ കാര്യങ്ങൾ ധാരാളം അവൻ വർദ്ധിപ്പിക്കും തോറും അള്ളാഹുവിലേക്ക് ഒരു അടിമ അടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി സൽക്കർമ്മങ്ങളിൽ മുന്നേറാനുള്ള തൗഫീഖ് അവന് നൽകുകയും ചെയ്യും. ആ അടിമ അവൻ ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങളിലും അവന്റെ മരണം വരെ മുന്നേറുന്ന ആളായി മാറും ചെയ്യും. അതല്ലാതെ ഈ പറയുന്ന നാട്ടിൽ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ വലിയ എന്ന് പറഞ്ഞ കുറച്ചു കാലമൊക്കെ കാര്യങ്ങൾ ചെയ്ത് പിന്നെ അതൊക്കെ നിർത്തിവെച്ച് പിന്നെ അവന് നിസ്കാരത്തിന്റെ ആവശ്യമില്ല, ജമാഅത്തായിട്ടും അല്ലാതെയും അവന് മറ്റുള്ള നിർബന്ധമായ റമദാനിൽ നോമ്പനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല, അവന് അന്യ സ്ത്രീകളെ കാണുന്നതിന് വിരോധമല്ല, ഈ പറയുന്ന തെറ്റായ കാര്യങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ, പിശാചിന്റെ ഔലിയാക്കളുടെ അനുയായികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണ്, അവരുടെ ലക്ഷണങ്ങളും സ്വഭാവങ്ങളും എന്താണെന്നുള്ളത് കൃത്യമായ ഈ ആയത്തുകളുടെയും ഈ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കിയതാണ്. അത് മനസ്സിലാക്കാൻ പര്യാപ്തമാകുന്ന തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉണ്ട് താനും. തുടർന്നുകൊണ്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. وأكرمهم عند الله أطوعهم وأتبعهم للقرآن.
ഈ പറയുന്ന മുഅ്മിനീങ്ങൾ, ഈ പറയുന്ന ഔലിയാക്കള് അവർ എല്ലാവരും ഒരു പദവിയിൽ, ഒരു ലെവലിൽ അല്ല. അവരിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും സാമീപ്യമുള്ള, ഏറ്റവും ആദരവുള്ള ആളുകളുണ്ട്. ആ ആദരവിന് അവർ അർഹരാകാൻ കാരണം അവർ ഏറ്റവും ത്വാഅത്തിൽ മുന്നേറിയത് കൊണ്ടാണ്. അള്ളാഹുവിനുള്ള ത്വാഅത്തിൽ മുന്നേറിയത് കൊണ്ടാണ് അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാന ആദരവുള്ള ആളുകളായത്. അതേപോലെ തന്നെ വഅത്ബഉഹും ലിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അധ്യാപനങ്ങൾ, നിയമങ്ങൾ കൃത്യമായി അതിനോട് പിന്തുടർന്നത് കൊണ്ടും കൂടിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാനും ആദരവുമുള്ള ആളുകളായത്. ഔലിയാക്കള് അവരുടെ പദവിയിൽ അവർ ഉയർന്നവരും ബഹുമാന ആദരവുമുള്ള ആളുകളായത്. ഒരാൾക്ക് അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനുള്ള ത്വാഅത്തിൽ മുന്നേറണം. പരിശുദ്ധ ഖുർആനോട് കൃത്യമായി അവൻ പിൻപറ്റാൻ തയ്യാറാവണം. ഖുർആനോട് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഹദീസിനോട് പിൻപറ്റണം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിനോട് ഹദീസിനെ ഒഴിവാക്കിക്കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരാൾക്കും പരിശുദ്ധ ഖുർആനോട് മാത്രം പിന്തുടർന്നുകൊണ്ട് മുന്നേറി രക്ഷപ്പെടാൻ, നല്ലവനാകാൻ സാധിക്കുകയില്ല. പരിശുദ്ധ ഖുർആന്റെ വിശദീകരണം, അതിന്റെ തഫ്സീർ, അതിന്റെ വിവരണം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ളത്. ആ സുന്നത്തിനോടും ഖുർആനോട് കൃത്യമായി അതിനോട് പിന്തുടരുന്നതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ അടുത്തിൽ ഈ ആളുകൾ ഏറ്റവും ബഹുമാനവും ആദരവും ഉള്ള ആളുകൾ ആവുക എന്നാണ് പറഞ്ഞത്. വ അക്റമുഹും ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അവരിൽ ഏറ്റവും ബഹുമാന ആദരവുള്ള ആള് അത്വഉഹും വഅത്ബഉഹും ലിൽ ഖുർആൻ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ത്വഅത്ത് ചെയ്യുന്നവരാവണം. പരിശുദ്ധ ഖുർആനിനോടും സ്വാഭാവികമായിട്ടും സുന്നത്തിനോടും ഏറ്റവും കൃത്യമായി പിന്തുടരുന്ന ആളുകളുമായിരിക്കണം. അങ്ങനെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാനവും ആദരവും നേടാൻ കഴിയുള്ളൂ. ഈ പറയുന്ന വിലായത്തിൽ, അള്ളാഹുവിന്റെ ആ സാമീപ്യത്തിലും സ്നേഹത്തിലും അവന്റെ ഇഷ്ടത്തിലും അവന്റെ സ്നേഹത്തിലും അവന്റെ സഹായത്തിലും മുന്നേറാനും കഴിയുകയുള്ളൂ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാന ആദരവുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും തഖ്വയുള്ള ആളുകളായിരിക്കും, ഏറ്റവും തഖ്വയുള്ള ആളുകളായിരിക്കും. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം ബൈഹഖി പോലത്തെ, ഇമാം ബൈഹഖി, അബൂ നുഐം പോലത്തെ മുൻഗാമികളായ ഹദീസിന്റെ പണ്ഡിതന്മാര്, നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹാണ് എന്ന് പറഞ്ഞ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ സൃഷ്ടാവ് ഏകനാണ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനാണ്. അറബി ഭാഷക്കാരനാണ് എന്നൊരാൾ കരുതി അറബി അല്ലാത്ത അനർബിയായ ഒരാളിലേറെ അവന് യാതൊരു പ്രത്യേകതയുമില്ല. അവൻ ഭാഷാപരമായിട്ട് അറബിയാണ്, ആ നാട്ടിൽ ജീവിച്ചവനാണ് എന്ന് കരുതി അനർബിയായ അറബി അല്ലാത്ത ഒരാളിലേറെ യാതൊരു ശ്രേഷ്ഠതയുമില്ല. വലാലി അജമിയൻ അല അറബി, അതിന്റെ നേരെ വിപരീതം, ഒരാൾ അനറബിയാണ്, അറബി നാട്ടിലുള്ള ആളല്ല, മറ്റൊരു നാട്ടിലെ അറബി അല്ലാത്ത നാട്ടിലുള്ള ആളാണ് എന്ന് കരുതി അവന് അറബിയിലേറെ പ്രത്യേകിച്ച് ശ്രേഷ്ഠതയില്ല. വലാലി അഹ്മറ അല അസ്വദ്, ചുവന്ന വർണ്ണമുള്ള, ഗോതമ്പ് വർണ്ണമുള്ള, നമ്മുടെയൊക്കെ ശരീരം പോലത്തെ ഏകദേശം അങ്ങനത്തെ ഒരാളാണെങ്കിൽ അവനൊരു കറുത്ത ആഫ്രിക്കക്കാരനിലേറെ യാതൊരു ശ്രേഷ്ഠതയുമില്ല, യാതൊരു ശ്രേഷ്ഠതയുമില്ല. വലാലി അസ്വദ അല അഹ്മർ, കറുത്ത ഒരു നീഗ്രോ അടിമ, അവന് ചുവന്ന വർണ്ണമുള്ള തൊലിയുള്ള ശരീരമുള്ള ഒരാളിലേറെ ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബി തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്ന തഖ്വ എന്ന് പറയുന്ന സമ്പത്ത്, ആ ഒരു വിഭവം സമാഹരിച്ചുകൊണ്ടല്ലാതെ. അതാരാണ് ഏറ്റവും കൂടുതൽ നേടിയത്? അവർക്കായിരിക്കും ഏറ്റവും ശ്രേഷ്ഠത അള്ളാഹുവിന്റെ അടുത്ത്. ബഹുമാനം, ആദരവ് അള്ളാഹുവിന്റെ അടുത്ത് തഖ്വയുള്ള ആളുകൾക്കാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന്റെ അടുത്ത് ബഹുമാന ആദരവുള്ള ആളുകൾ ഏറ്റവും തഖ്വയുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും. പിന്നെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വൽ ഈമാനു ഹുവൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി ഹുൽവിഹി വ മുർരിഹി മിനല്ലാഹി തആല എന്നുള്ളത്. ഈമാന്റെ 6 റുക്നുകളാണ് ഈ പറയുന്ന വരിയിൽ എണ്ണി പറഞ്ഞത്. ഈമാന്റെ 6 റുക്നുകൾ, ആ പറയുന്ന ഈമാൻ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ വിശ്വാസം, പ്രവാചകന്മാരില്, മലക്കുകളില്, ഖദറില്, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ഫضل കൊണ്ട് കുറച്ച് വിശദമായി തന്നെ കഴിഞ്ഞ ദർസുകളിൽ വെച്ച് പറഞ്ഞതാണ്. അതിന്റെ കൂടുതൽ വിശദീകരണം ഈ പറയുന്ന ഭാഗത്ത് നമുക്ക് പറയേണ്ടതായിട്ട് പ്രത്യേകിച്ച് ഇല്ല തന്നെ. തുടർന്നുകൊണ്ട് കാര്യങ്ങൾ ചിലതൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. അതിന്റെ ശേഷം ഷെയ്ഖ് റഹ്മഹുള്ള പറഞ്ഞു,
വനഹ്നു മുഅ്മിനൂന ബിദാലിക കുല്ലിഹി വനഹ്നു മുഅ്മിനൂന ബിദാലിക കുല്ലിഹി. ഈ പറയുന്ന ഈമാന്റെ 6 റുക്നുകളിൽ അതിൽ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം, മലക്കുകളിൽ എങ്ങനെ, പ്രവാചകന്മാരിൽ എങ്ങനെ, ഗ്രന്ഥങ്ങളിൽ എങ്ങനെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളിൽ വനഹ്നു മുഅ്മിനൂന ബിദാലിക കുല്ലിഹി, അത് മുഴുവത്തിലും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ഈ പറയുന്ന മലക്കുകളുടെ കാര്യത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ജൂതന്മാര് അതേപോലെ തന്നെ ഷിയാക്കളെ കൂട്ടത്തിലുള്ള ചില കർക്കശമായ നിലപാടുള്ള ആളുകൾ മലക്കളിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെറുക്കുന്നവരുണ്ട്. ചില ആളുകൾ മലക്കുൽ മൗത്തിനെ, അയാൾ മരണം കൊണ്ട് വരുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുൽ മൗത്തിനെ വെറുക്കുന്ന ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. പ്രവാചകന്മാരുടെ കാര്യത്തിൽ ജൂതന്മാര് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലദുസിന, വ്യഭിചാരത്തിലുണ്ടായ സന്താനം എന്ന അവർ വിശേഷിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകനെ, അദ്ദേഹത്തിന്റെ മാതാവിനെയും ഇത്ര വലിയ ആരോപണം ആരോപിക്കുന്നതാണ് ജൂതന്മാർ. അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുതയുള്ള ആളുകളാണ് ജൂതന്മാർ. നസാറാക്കള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുതയുള്ള ആളുകളാണ്. അവരൊന്നും എല്ലാവരിലും വിശ്വസിക്കാത്ത ആളുകളാണ്. എന്നാൽ മുഅ്മിനീങ്ങളായ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരുകൾ പരാമർശിച്ച് നമുക്ക് അറിയിച്ചു തന്നവരാണെങ്കിലും, അള്ളാഹു നമുക്ക് പേരുകൾ പരാമർശിച്ച് അറിയിച്ച് തരാത്തവരാണെങ്കിലും, അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച എല്ലാ പ്രവാചകന്മാരും വിശ്വസിക്കുന്നവരാണ്. അവരെ മുഴുവനും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥങ്ങൾ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് ഇറക്കിക്കൊടുത്ത എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ്, അതിനെ ആദരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ മലക്കുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാ മലക്കുകളെയും അള്ളാഹുവിന്റെ ബഹുമാന ആദരണീയരായ അടിമകളാണ് എന്ന് നിലക്ക് മുഅ്മിനീങ്ങളായ ആളുകൾ ഈ പറയുന്ന എല്ലാ മലക്കുകളെയും ഇഷ്ടപ്പെടുന്നവരാണ്, അവരിൽ വിശ്വസിക്കുന്നവരാണ്. വനഹ്നു മുഅ്മിനൂന ബിദാലിക കുല്ലിഹി, അത് മുഴുവത്തിലും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, പ്രവാചകന്മാരിൽപ്പെട്ട ആരുടെ ഇടയിലും നമ്മൾ അവരുടെ ഇടയിൽ ഒരു മാറ്റത്തിൽ അവരുടെ ഇടയിൽ വ്യത്യാസം കാണിക്കാതെ എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. വനുസദ്ദിഖുഹും കുല്ലഹും, ആ പ്രവാചകന്മാരെ മുഴുവനും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. സത്യമാണ്, അവർ മുഴുവനും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് അള്ളാഹു പല ഗ്രന്ഥങ്ങളും നൽകിയിട്ടുണ്ട്, അവർ ഈ ലോകത്ത് വന്ന സത്യസന്ധരായ വിശ്വസ്തരായ അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായിട്ട് അവർ പാലിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മുഴുവനും സത്യമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നവരെ, കളവാക്കുന്നവരല്ല. അലാമാ ജാഉ ബിഹി, ഈ പ്രവാചകന്മാര് വന്ന് അവർ സമൂഹത്തിന് ഈ കൊണ്ടുവന്ന് നൽകിയ ഈ കാര്യത്തിൽ അവർ സത്യസന്ധരാണ്, അത് കൃത്യമായി പാലിച്ചവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ഇന്ന നബിനെ നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ, ഇന്ന പ്രവാചകനെ നമുക്ക് താല്പര്യമുള്ളൂ എന്നുള്ള അവരുടെ ഇടയിൽ ഒരു വ്യത്യാസപ്പെടുത്തൽ, ഒരു ഭേദം കാണിക്കൽ, ഇത് നമുക്ക് ആ പ്രവാചകന്മാരുടെ കാര്യത്തിൽ ഇല്ല തന്നെ, അവരുടെ കാര്യത്തിൽ നമുക്ക് ഇല്ല തന്നെ. ഇസ്ലാമി, പക്ഷേ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയുടെ വരവോടുകൂടെ അതിന്റെ മുമ്പുള്ള പ്രവാചകന്മാർ കൊണ്ടുവന്ന ദീനും ശറഉം വിധികളും അത് മുഴുവൻ ദുർബലപ്പെടുത്തപ്പെട്ടു പോയി. അതിന് ഇനി പ്രസക്തിയില്ല. ആ പറയുന്ന അതിൽ പറഞ്ഞ നിയമങ്ങൾ ഇനി ഒരാൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പാടില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് നമ്മൾ കൃത്യമായി പാലിക്കുകയും ചെയ്യും. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന്റെ ശേഷം ആ റസൂൽ കൊണ്ടുവന്ന ഈ ദീനുൽ ഇസ്ലാം, ഈ ശറഅ്, ഈ ദീന്, ഈ നിയമങ്ങൾ, ഇതല്ലാത്ത മറ്റൊരു മതമോ ഒരു ആശയമോ ഒരു ആദർശമോ ആരെങ്കിലും സ്വീകരിച്ചാൽ അവനിൽ നിന്ന് അതിനെ സ്വീകരിക്കപ്പെടുകയില്ല. അത് പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തെ ഹദീസിലും കൃത്യമായി വന്നതാണ്. നമ്മൾ അതിൽ വിശ്വസിക്കുന്നവരുമാണ്. പിന്നെ തുടർന്നുകൊണ്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ആദർശം, ഒരു വിശ്വാസമാണ്. ഇതിന്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ ദർസുകളിൽ വെച്ച് നമ്മൾ പറഞ്ഞതാണ്. അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായ ചില കക്ഷികൾ, പിഴച്ച ചില വിഭാഗങ്ങൾ, ഖവാരിജുകൾ, തീവ്രമായ നിലപാടുള്ള ഖവാരിജുകൾ, അതേപോലെ തന്നെ അതിന് വിപരീതമായി ഈ പുറത്ത് മുർജികൾ എന്ന് പറയുന്ന, ഇർജ എന്ന് പറയുന്ന ആ വിശ്വാസത്തിൽ ഉള്ള ചില ആളുകൾ, അവരുടെയൊക്കെ വിശ്വാസത്തിന് വിരുദ്ധമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ് എന്നുള്ളത് കൃത്യമായി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയാണ്. വഅഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം
ഫിന്നാരി ലാ യുഖല്ലദൂൻ, ഫിന്നാരി ലാ യുഖല്ലദൂൻ. വൻ പാപങ്ങൾ, ഷിർക്കല്ലാത്ത, ഷിർക്കും കുഫ്റുമല്ലാത്ത വലിയ തെറ്റുകൾ, വൻ പാപങ്ങൾ ഒരാൾ ചെയ്തു എന്ന് കരുതി കാലാകാലം ആ വ്യക്തി നരകത്തിൽ കടക്കേണ്ടി വരികയില്ല എന്നുള്ള ഒരു ആദർശം, ഒരു വിശ്വാസം. ഷിർക്കും കുഫ്റുമല്ലാത്ത വൻ പാപങ്ങൾ ഒരാൾ ചെയ്തു, ഈ ലോകത്ത് വെച്ച് തൗബ ചെയ്യും ചെയ്തില്ല, അങ്ങനെ മരണപ്പെട്ടു പോയാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? അവന്റെ സ്ഥിതി എന്താണ്? പരലോകത്ത് അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ 3 അഭിപ്രായങ്ങളാണ് ആളുകൾ വെച്ച് പുലർത്തുന്നത്. ഈ 3-ൽപ്പെട്ട ഏതെങ്കിലും ഒരു അഭിപ്രായം ഇതാണ് പൊതുവിൽ ആളുകൾ, ലോകത്തുള്ള ആളുകൾ വെച്ച് പുലർത്തുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ പറയുന്നത്, ഷിർക്കും കുഫറുമല്ലാത്ത വൻ പാപങ്ങൾ ഒരാള് ഈ ലോകത്ത് വെച്ച് ചെയ്തു തൗബ ചെയ്യാതെ മരണപ്പെടും ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ മശീഅത്തിന്റെ കീഴിലാണ്, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നടക്കും. അള്ളാഹുവിന്റെ മശീഅത്തിന്റെ കീഴിലാണ് പറഞ്ഞ ആ വ്യക്തിയുടെ കാര്യത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ നടക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ആ വ്യക്തിക്ക് പൂർണ്ണമായി മാപ്പ് നൽകി ഒരു ശിക്ഷയും നൽകാതെ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനെ ഉണ്ടാവാം അള്ളാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ ചില ആളുകൾ അങ്ങനെ ചെയ്യും. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത തെറ്റിനുള്ള ആ പറയുന്ന ശിക്ഷ കൃത്യമായി അവന് നൽകും, നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കും. അവൻ ഈ ലോകത്ത് വെച്ച് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കൃത്യമായി നൽകി അതിന്റെ ശേഷം ആ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു വീണ്ടും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എന്തെന്നെയാണെങ്കിലും ഈ പറയുന്ന വൻ പാപങ്ങൾ, ശിർക്കും കുഫ്റുമല്ലാത്ത വൻ പാപങ്ങൾ ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ട ആ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് കാലാകാലം നരകത്തിൽ കടക്കേണ്ട ഗതികേടുണ്ടാവുകയില്ല. കാഫിരീങ്ങളായ, സത്യനിഷേധികളായ, മുശ്രിക്കീങ്ങളായ ആളുകളെപ്പോലെ കാലാകാലം നരകത്തിൽ കടക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല. ഇതാണ് വൻ പാപങ്ങൾ. ഷിർക്കും കുഫ്റുമല്ലാത്ത വൻ പാപങ്ങൾ ചെയ്ത ആളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന പക്ഷം അവന് മാപ്പ് നൽകും. അതല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റിന്റെ അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. ആ ശിക്ഷ കഴിഞ്ഞതിന്റെ ശേഷം, ഒന്നിരിക്കൽ അതിന്റെ കാലാവധി കഴിഞ്ഞ്, അതെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള അവന്റെ ഔദാര്യമായി നൽകി. അതല്ലെങ്കിൽ ഷഫാഅത്ത് ചെയ്യുന്ന ആരുടെയെങ്കിലും ഷഫാഅത്തിന് അർഹനാണെങ്കിൽ ആ ഷഫാഅത്ത് കാരണം നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കും. കാലാകാലം ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകൾ നരകത്തിൽ കടക്കുന്നത് പോലെ ഈ പറയുന്ന ഈമാനുള്ള, തൗഹീദുള്ള ഈ മനുഷ്യൻ നരകത്തിൽ കടക്കേണ്ടി വരികയില്ല, കാലാകാലം നരകത്തിൽ കടക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ, പരിശുദ്ധ ഖുർആനിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ വെളിച്ചത്തിൽ കൃത്യമായി ശൈഖൂടെ പറഞ്ഞു എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം ഇതിന് വിരുദ്ധമായ രണ്ടഭിപ്രായങ്ങൾ. അതിൽപ്പെട്ട ഒരഭിപ്രായം, ഖവാരിജുകൾ എന്ന് പറയുന്ന കർക്കശ്യമായ നിലപാടുള്ള ആളുകൾ, ഒരാൾ വൻ പാപം ചെയ്തു തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ അവൻ കാഫിറാണ്, കാലാകാലം നരകത്തിൽ കടക്കേണ്ടി വരും എന്നാണ് അവരുടെ നിലപാട്. വൻ പാപം ഒരാൾ ചെയ്തു, അങ്ങനെ തൗബ ചെയ്യാതെ അവൻ മരണപ്പെട്ടാൽ അവന്റെ വിധി, അവൻ കാഫിറാണ്, അവൻ കാലാകാലം നരകത്തിലായിരിക്കും. അതിന് നേരെ വിപരീതമായി മുർജിഅത്ത് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഈമാൻ, ആദർശം അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ തെറ്റുകൾ എത്ര ചെയ്താലും അത് അവന് പ്രശ്നമാകൂല, അത് അവൻ അപകടത്തിൽപ്പെടുത്തൂല, അതിന്റെ പേരിൽ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും. ഈ പറയുന്നത് രണ്ടും പിഴച്ച ആദർശങ്ങളാണ്, വിശ്വാസമാണ്. ഖവാരിജിന്റെ കൂടെ മുഅ്തസില എന്ന് പറയുന്ന വിഭാഗവും അവർ തന്നെ. പക്ഷേ അവർ പറയും ഈ ലോകത്ത് അവന് കാഫിർ, മുഅ്മിൻ എന്ന് നമ്മൾ അവനെ കുറിച്ച് പറയൂല. ഖവാരിജികൾ പറയും ഈ ലോകത്തും കാഫിറാണ്, വൻ പാപം ചെയ്താൽ അവൻ കാലാകാലം നരകത്തിലാണ് എന്ന് പറയും. മുഅ്തസില പറയും ഈ ലോകത്ത് നമ്മൾ മുഅ്മിനെ കാഫിർ എന്ന് അവനെ കുറിച്ച് വിധി എഴുതൂല, മരണത്തിന്റെ ശേഷം അവൻ കാലാകാലം നരകത്തിലാണ്, കാഫിറാണ് എന്ന് അവർ പറയും. മുർജിഅത്ത് എന്ന് പറയുന്ന വിഭാഗം കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആദർശം, ഈമാൻ അത് ഹൃദയത്തിൽ ഉണ്ടായാൽ മതി, പ്രവർത്തനത്തിന് പറയത്തക്കുള്ള പ്രസക്തിയില്ല. എന്ത് ചെയ്തു എന്നുണ്ടെങ്കിലും പാപകരമായ കാര്യങ്ങൾ ചെയ്തു, അതല്ലെങ്കിൽ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കി അതിന് പറയത്തക്കുള്ള പ്രസക്തിയില്ല എന്ന് പറയുന്നവർ. ഈ പേരിൽ, ഈ വിഭാഗങ്ങൾ അറബിയിലുള്ള പേരിൽ ഇന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നില്ലെങ്കിലും
ഈ ആദർശങ്ങളും ഈ വിശ്വാസവുമായി പല ആളുകളും ഇന്നും സമൂഹത്തിൽ ഉണ്ട്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളത്. വൻ പാപം, ശിർക്കും കുഫറുമല്ലാത്ത മുശ്രിക്കായി കാഫിറായി ഒരാൾ മരണപ്പെട്ടാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയില്ല, സ്വർഗത്തിൽ അവന് പ്രവേശനമില്ല, അവൻ കാലാകാലം നരകത്തിലാണ്. ധാരാളം ആയത്തുകൾ ഹദീസുകൾ അതിന്റെ മേൽ അറിയിക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടതുമാണ്. വൻ പാപം, ശിർക്കും കുഫറുമല്ലാത്ത വൻ പാപം. എന്താണ് വൻ പാപം? വലിയ തെറ്റുകൾ, ചെറിയ തെറ്റുകൾ. തെറ്റുകൾ മുഴുവനും വലുത് തന്നെയാണ്. പക്ഷേ പണ്ഡിതന്മാർ അതിന്റെ പേരിൽ വന്ന താക്കീതുകളെ നോക്കിക്കൊണ്ട് ചില പാപങ്ങളെ കുറിച്ച് വൻ പാപം, വലിയത് എന്ന് ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്ബറുൽ കബായിർ എന്ന് പറഞ്ഞുകൊണ്ട് ചില തെറ്റുകളെ കുറിച്ച് ചെറുത് എന്നുള്ള നിലക്കും വിശേഷിപ്പിച്ചിട്ടുണ്ട്. തെറ്റുകൾ മുഴുവനും അത് വലുതാണ്, അത് വളരെ ഗൗരവമുള്ളതാണ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. വൻ പാപം എന്താണ് എന്നുള്ളത് 10-17ഓളം വരുന്ന അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞത് കാണാം. അതിൽ കുറച്ചുകൂടി തെളിവിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ മുൻഗാമികളായ സഹാബത്തടക്കമുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കുല്ലു ദംബിൻ റുത്തിബ അലൈഹി ഹദ്ദുൻ ഔ ഖുതിമ ബിഗളബിൻ ഔ ലഅനത്തിൻ ഔ നാരിൻ ഔ തബറഅ الرسول സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫാഇലിഹി ഫഇന്ന ഹാദിഹി കബീറത്തുൻ. ഒരു തെറ്റ്, ഒരു പാപം, ആ തെറ്റ് ചെയ്താൽ അതിന്റെ പേരിൽ ഇന്നാലിന്ന ശിക്ഷ കൊടുക്കണം എന്ന് ഖുർആനിലോ സുന്നത്തിലോ വന്നു. ഉദാഹരണം പറയാൻ, ഒരാൾ കളവ് നടത്തിയാൽ അവന്റെ കൈ മുറിക്കണം, വ്യഭിചരിച്ചാൽ അവൻ വിവാഹിതനായി ആളാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം, അല്ലാത്തവനാണെങ്കിൽ 100 അടി അടിക്കണം, നാട്ടിൽ നിന്ന് പുറത്താക്കണം. ഇങ്ങനത്തെ ഹദ് കൃത്യമായി ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു തെറ്റ്. കളവ് നടത്തി, അത് വൻപാപമാണ്. വ്യഭിചരിച്ചു, വൻപാപമാണ്. ഒരു കാരണമില്ലാതെ ഒരാളെ കൊന്നു, വൻപാപമാണ്. അതിന് കൃത്യമായ ഹദ്ദുകൾ, ശിക്ഷകളുണ്ട് ദീനുൽ ഇസ്ലാമിൽ. അങ്ങനത്തെ അതല്ലെങ്കിൽ ഔ ഖുതിമ ബിഗളബിൻ, അല്ലാഹു ആ വ്യക്തിയുടെ മേൽ ദേഷ്യപ്പെടും എന്ന് പറഞ്ഞു. ഒരു തെറ്റിനെ കുറിച്ച് പറഞ്ഞു, ആ തെറ്റ് ചെയ്യുന്ന ആളുകളോട് അല്ലാഹു ദേഷ്യപ്പെടും. മൻ ജറ ഇസാറഹു ഖുയലാ ലൻ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ വലാ യുകല്ലിമുഹു വലാ യുസക്കിഹി. ഒരാൾ അവന്റെ വസ്ത്രം നെരിയാണിയുടെ താഴ്ഭാഗത്തേക്ക് അഹങ്കാരത്തോടുകൂടെ താഴ്ത്തി വലിച്ച് നടന്നു. അഹങ്കാരമല്ല എന്നുണ്ടെങ്കിൽ താഴ്ത്തി വലിച്ച് നടക്കാന്നുള്ളതല്ല, അങ്ങനെ ചെയ്യുന്നത് അഹങ്കാരം കൊണ്ടാണ്. അതിന്റെ ലക്ഷണാണ്, അതിന്റെ അടയാളാണ് അത് ചെയ്യുന്ന വ്യക്തികൾ. അങ്ങനെ ചെയ്താൽ അള്ളാഹു ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കൂല, അവനോട് സംസാരിക്കൂല, പാപത്തിൽ നിന്ന് അവനെ സുരക്ഷിതനാക്കൂല, അള്ളാഹു അവനോട് കോപമായിരിക്കും. മറ്റു ചില തെറ്റുകളുണ്ട്, അള്ളാഹു ഗൾബാനായിട്ട് അവനെ കണ്ടുമുട്ടും ഖിയാമത്ത് നാളിൽ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു തെറ്റ്. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിച്ചിരിക്കുന്നു എന്ന് പറയും. ഇന്നാലിന്ന തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അള്ളാഹുവിന്റെയും പ്രവാചകൻ മുഅ്മിനീങ്ങളുടെ മലക്കുകളുടെയും മുഅ്മിനീങ്ങളുടെ ശാപം അവന്റെ മേൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ എന്ന് വന്ന ഒരു തെറ്റ്. അതല്ലെങ്കിൽ അവന് നരക ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ തെറ്റ്. ഇന്നാലിന്ന തെറ്റുകൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവന് നരകമുണ്ട് എന്ന് പറഞ്ഞ് താക്കീത് വന്നത്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, മൻ ഖശന ഫലൈസ മിന്ന. ഉദാഹരണം, ആരെങ്കിലും നമ്മളെ വഞ്ചിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. നമ്മിൽപ്പെട്ട നമ്മളും അവനും തമ്മിൽ ഒഴിവാണ്, ഒരു ബന്ധുവില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു തെറ്റിനെ കുറിച്ച് വന്നു എന്നുണ്ടെങ്കിൽ അത് മുഴുവനും വൻ പാപമായിട്ട് എണ്ണപ്പെടുന്നതാണ്. വൻ പാപം എന്നുള്ള കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതാണ്. ഇങ്ങനത്തെ ഒരാൾ തെറ്റ് ചെയ്തു, ഈ ലോകത്ത് വെച്ച് തൗബ ചെയ്തതുമില്ല, അങ്ങനെ മരണപ്പെട്ടാൽ അവന്റെ വിധി എന്താ? അവൻ എവിടെയായിരിക്കും? അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അള്ളാഹു അവന് മാപ്പ് കൊടുക്കും, സുരക്ഷിതനായി സ്വർഗത്തിൽ പ്രവേശിക്കും. അതല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അതിന്റെ കാലാവധി കഴിയുന്നതുവരെ, അതല്ലെങ്കിൽ അള്ളാഹു അവന് മാപ്പ് നൽകി കുറെ കാലം ശിക്ഷ അനുഭവിച്ച്, അതല്ലെങ്കിൽ അവന് അള്ളാഹുവിന്റെ ഷഫാഅത്തിന് അർഹനും യോഗ്യനുമാണെങ്കിൽ ആ പറയുന്ന ഷഫാഅത്ത് ലഭിച്ച് നരകത്തിൽ നിന്ന് അവന് രക്ഷപ്പെടും, സ്വർഗത്തിൽ പ്രവേശിക്കും. കാലാകാലം നരകത്തിൽ അവന് കടക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന ആ ആദർശമാണ് ഷെയ്ഖ് റഹ്മഹുല്ലാഹ് ഇവിടെ പറഞ്ഞത്. അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട വൻ പാപങ്ങൾ ചെയ്തൊരു വ്യക്തി ലാ യുഖല്ലദൂന ഫിന്നാർ, നരകത്തിൽ അവർ കാലാകാലം അവരെ പ്രവേശിപ്പിക്കപ്പെടുകയില്ല. ഇദാ മാതു വഹും മുവഹിദീൻ, യഥാർത്ഥ ഈമാൻ തൗഹീദ്
തൗഹീദോടുകൂടെ അവർ മരണപ്പെടുന്ന പക്ഷം ശിർക്കാണ്, മുശ്രിക്കീങ്ങളാണ്, കുഫാറുകളായിട്ട് മരണപ്പെട്ടാൽ അവരെ കാര്യം പറയാനില്ല, കാലാകാലം നരകത്തിൽ തന്നെയാണ്. അതില്ലാത്ത തൗഹീദുള്ളതിനോട് കൂടെ അവർ മരണപ്പെട്ടാൽ വഇല്ലം യകൂനു തായിബീൻ, അവർ തൗബ ചെയ്യാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും കാലാകാലം നരകത്തിൽ പ്രവേശിക്കുകയില്ല, കടക്കുകയില്ല. ബഅദ അൻ ലഖുല്ലാഹ ആരിഫീന മുഅ്മിനീൻ മുവഹ്ഹിദീന മുഅ്മിനീൻ, അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞു, അല്ലാഹുവിലുള്ള വിശ്വാസം കൃത്യമായി പാലിച്ചുകൊണ്ട് സത്യവിശ്വാസികളായി അവർ അല്ലാഹുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ പിന്നെന്താണ് അവരവസ്ഥ? അവരുടെ അവസ്ഥ വഹും ഫീ മശീഅത്തിഹി, അല്ലാഹുവിന്റെ വഹുക്മിഹി ഇൻഷാ ഗഫറ ലഹും, അല്ലാഹുവിന്റെ തീരുമാനം, അല്ലാഹുവിന്റെ മശീയത്ത്, അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അവരുടെ അവസ്ഥ. ഇൻഷാ ഗഫറ ലഹും, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അവർക്ക് പുറത്തു കൊടുക്കും. വഅഫാ അൻഹും ബിഫദ്ലിഹി, അല്ലാഹുവിന്റെ ഔദാര്യം അതുകൊണ്ട് അവർക്ക് മാപ്പ് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ പാപങ്ങളും തെറ്റുകളും അവൻ പുറത്തു തരുമാറാവട്ടെ, അവൻ നമ്മോട് മാപ്പ് നൽകുമാറാവട്ടെ. വഅഫാ അൻഹും ബിഫദ്ലിഹി കമാ ദക്കറ അസ്സ വജല്ല ഫീ കിതാബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹുവിനോട് മറ്റൊന്നിനെ വസ്തുവിനെയോ വ്യക്തിയെയോ പങ്കു ചേർക്കുന്നത് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല തന്നെ. അല്ലാഹുവിനോട് ഒരാൾ ശിർക്ക് വെച്ചു, അങ്ങനെ തൗബ ചെയ്യാതെ അതിൽ നിന്ന് പിന്മാറാതെ തൗഹീദിലേക്ക് തിരിച്ചു വരാതെ മരണപ്പെട്ടാൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്ന പ്രശ്നേയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ഈ ശിർക്കല്ലാത്ത ഏത് തെറ്റുകളാണെങ്കിലും പാപങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും, ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ഇനി വ ഇൻഷാ അദബഹും ഫിന്നാർ, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നരകത്തിലിട്ട് അവരെ ശിക്ഷിക്കും. ബിഅദ്ലിഹി, അത് അല്ലാഹുവിന്റെ നീതിയാണ്. നരകത്തിൽ കടക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ഈ വ്യക്തികൾ ചെന്നതുകൊണ്ട് അല്ലാഹു അതിന് കൃത്യമായ ശിക്ഷ കൊടുത്തു എന്നുള്ളതാണ്. അതല്ലാതെ അവരെ ആക്രമിക്കേ, അവരെ ദുൽമ ചെയ്യേ, അവരെ പീഡിപ്പിക്കേ ഒന്നുമില്ല. ഒരു നരകത്തിൽ കടക്കാനുള്ള പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ അള്ളാഹു അതിലുള്ള ശിക്ഷ നടപ്പാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഈ പറയുന്ന ശിക്ഷ അവർക്ക് നൽകിയതിന്റെ ശേഷം തുമ്മ യുഖ്രിജുഹും മിൻഹാ ബിറഹ്മതിഹി, ഒന്നിരിക്കൽ അള്ളാഹു അവരോട് കാരുണ്യം കാണിച്ച് റഹ്മത്ത് ചെയ്തിട്ട് കുറെ കാലം ശിക്ഷ അനുഭവിച്ചതിന്റെ ശേഷം ആ നരകത്തിൽ നിന്ന് അള്ളാഹു അവരെ പുറത്തേക്ക് രക്ഷപ്പെടുത്തും. അതല്ലെങ്കിൽ വശഫാഅത്തി ശാഫിഈന മിൻ അഹ്ലി ത്വാഅതിഹി, അള്ളാഹുവിന് സൽക്കർമ്മം ചെയ്യുന്ന പ്രവാചകനോ മലക്കുകളോ സാലിഹീങ്ങളായ മറ്റുള്ള മുഅ്മിനീങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പറയുന്ന വ്യക്തി അള്ളാഹുവിന്റെ ശഫാഅത്തിന് അർഹനും യോഗ്യനുമാണെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദം വേണം, അള്ളാഹു തൃപ്തിപ്പെടണം, അങ്ങനത്തെ അർഹതയും യോഗ്യതയുമുണ്ട്, ഇവന് തൗഹീദുള്ള ആളാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ പറയുന്ന ശഫാഅത്ത് കൊണ്ടോ അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അങ്ങനെ സുമ്മ യബ്അസുഹും ഇലാ ജന്നതിഹി, നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയതിന്റെ ശേഷം സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ യാത്രയാക്കുകയും ചെയ്യും. അവരെ സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കും. വദാലിക്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ, അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നൽകിയതിന്റെ ശേഷം അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. നരകത്തിൽ പ്രവേശിക്കേണ്ടുന്ന ആളുകൾ കുഫാറുകളാണെങ്കിലും ഇതുപോലത്തെ പാപ്പികളാണെങ്കിലും അവർ നരകത്തിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ യഖൂലുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാനിൻ ഫഅഖ്രിജു, ഒരു അണുവിന്റെ തൂക്കം, അസ്ലി യഥാർത്ഥ ഈമാൻ ഒരാളെ ഹൃദയത്തിൽ ഈമാനിന്റെ ഒരു കണിക അവന് രക്ഷപ്പെടാൻ യോഗ്യനാക്കുന്ന നിലക്കുള്ള തൗഹീദ് ഈമാൻ ഒരാളെ മനസ്സിലുണ്ടെങ്കിൽ, ഹൃദയത്തിലുണ്ടെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് രക്ഷപ്പെടുത്തും. അങ്ങനെ ഈ പറയുന്ന ശഫാഅത്ത് അവിടെ നടക്കും, അള്ളാഹുവിന്റെ ഭാഗത്തിനുള്ള റഹ്മത്ത് അവിടെ ഉണ്ടാവും. അങ്ങനെ പല നിലക്കും ഫയുഖ്റജൂൻ, ഈ പറയുന്ന നരകത്തിൽ നിന്ന് ശിക്ഷ അനുഭവിച്ച് കത്തിക്കരിഞ്ഞ ആളുകൾ അതിൽ നിന്ന് പുറത്തേക്ക് ആക്കപ്പെടും. ഖദിം തുഹിഷു വആദു ഹുമമൻ, കത്തിക്കരിഞ്ഞ് കരിക്കട്ടകൾ പോലെയായിരിക്കും അവർ, കറുകറുത്ത കരിക്കട്ടകൾ പോലെയായിരിക്കും അവരുടെ ശരീരങ്ങൾ മുഴുവൻ കത്തിക്കരിഞ്ഞ് വെന്ത്. അങ്ങനെ ഫയുൽഖൂന ഫീ നഹറിൽ ഹയാ, നഹറുൽ ഹയാ എന്ന് പറയുന്ന ഒരു നദി അവിടെയുണ്ട്, അതിൽ അവരെ കൊണ്ടുപോയിടും. അപ്പൊ ഫയംബുതൂന കമാ തംബുത്തുൽ ഹിബ്ബത്തു ഫീ ഹമീലിസ് സൈൽ, വലിയ മഴവെള്ളങ്ങൾ വന്ന് ധാന്യമണികളും വിത്തുകളും ആ മഴ കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ ആ ചപ്പ് ചവറുകൾ കൂമ്പാരത്തിൽ കടന്ന് ഈ പറയുന്ന ധാന്യമണികൾ
അത് മുളച്ചു പൊന്തി അത് തെളിർത്ത് അതിന്റെ നല്ല കരുത്തോടുകൂടെ വരുന്നത് പോലെ കത്തിക്കരിഞ്ഞ ഈ മനുഷ്യര് ആ നെഹ്റുൽ ഹയാത്തിൽ കൊണ്ടുപോയിട്ടതിന്റെ ശേഷം അവർ അതിൽ നിന്ന് അവരുടെ ശരീരങ്ങൾ നന്നായി നല്ല വൃത്തിയുള്ള ശരീരങ്ങളായിക്കൊണ്ട് അവർ മുളച്ചു പൊന്തി ശരിയായ ജീവിതത്തിലേക്ക് വരികയും അങ്ങനെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഈ പറയുന്ന കാര്യം ഈ ആളുകളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് വദാലിക് അത് ബിഅന്നല്ലാഹ തആല തവല്ല അഹ്ല മഅരിഫത്തിഹി ഈമാനും തൗഹീദുമുള്ള മുഅ്മിനീങ്ങളായ അവന്റെ അടിമകളെ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു വലിയുല്ലദീന ആമനു ഈ പറയുന്ന മുഅ്മിനീങ്ങൾ അവർക്ക് തെറ്റുകളുണ്ടെങ്കിലും പാപങ്ങളുണ്ടെങ്കിലും തൗഹീദും ഈമാനും ഉള്ളതിനനുസരിച്ച് അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അല്ലാഹുവിനോട് അവരോട് അല്ലാഹുവിന് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, അല്ലാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു അവരെ ഏറ്റെടുത്തതാണ്. വലം യജ്അൽഹും ഫിദ്ദാറൈനി കഅഹ്ലി നുക്റതിഹി അല്ലാഹുവിനെ നിഷേധിക്കുന്ന അല്ലാഹുവിനെ തആത്ത് ചെയ്യാത്ത സത്യനിഷേധികളായ കുഫാറുകളെ പോലെ മുജ്രിമീങ്ങളെ പോലെ അല്ലാഹു രണ്ടു വീട്ടിലും ഈ ലോകത്തും പരലോകത്തും ഈ പറയുന്ന മുഅ്മിനീങ്ങളെ ഒരിക്കലും ആക്കുകയില്ല. കാലാകാലം അവർ ഈ ഖവാരിജുകൾ പറയുന്നത് പോലെ ഈ പാപ്പികളായ ആളുകൾ കാലാകാലം ആ പറയുന്ന നരകത്തിൽ കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ സത്യനിഷേധികളായ കുഫാറുകൾ മുജ്രിമീങ്ങളെ അവരെ പോലെ ഈ പറയുന്ന ഈമാനുള്ള ആളുകളെയും ചെയ്തു എന്ന് പറയും. അത് അള്ളാഹുവിന്റെ നീതിക്കെതിരാണ്. അള്ളാഹു ഒരിക്കലും അനീതി കാണിക്കുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനും ഫളിനും അത് എതിരായതുകൊണ്ട് അള്ളാഹു ഇവരെ ഇങ്ങനെ രക്ഷപ്പെടുത്തും. വലം യജ്അൽഹും ഫിദ്ദാറൈനി കഅഹ്ലി നുക്റതിഹി അല്ലദീന ഖാബു മിൻ ഹിദായത്തി സത്യനിഷേധികളായ അള്ളാഹുവിനെ നിഷേധിക്കുന്ന സൃഷ്ടാവിനെ നിഷേധിക്കുന്ന ഇലാഹിന്റെ ഹക്കുകളെയും അവകാശങ്ങളെയും നിഷേധിക്കുന്ന കുഫാറുകള് മുശ്രിക്കീങ്ങള് അവരെ പോലെ അള്ളാഹു ആക്കുകയില്ല. ഈ പറയുന്ന കുഫാറുകള് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ അവരുടെ സ്ഥിതി അല്ലദീന ഖാബു മിൻ ഹിദായത്തിഹി ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഹിദായത്ത് അവർക്ക് ലഭിക്കാതെ പോയി. വലം യനാലു മിൻ വിലായത്തിഹി അള്ളാഹുവിന്റെ സഹായവും തൗഫീഖും സംരക്ഷണവും അള്ളാഹുവിന്റെ സ്നേഹവും അവന്റെ പൊരുത്തവും അതും അവർക്ക് ലഭിക്കാതെ പോയി. അങ്ങനെയാണ് അവർ നരകത്തിൽ ചെന്ന് കാലാകാലം കടക്കേണ്ടി വരുന്നത്. ഈ ഈമാനും തൗഹീദുമുള്ള ആളുകളെ അങ്ങനത്തെ ഒരു ഗതികേടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കുകയില്ല എന്നാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൃത്യമായ അഖീദയാണിത്, വിശ്വാസമാണിത്. തെറ്റ് ചെയ്യുന്ന പാപ്പികളായ ആളുകൾ തെറ്റ് സംഭവിച്ചാലുടനെ അതിൽ നിന്ന് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണാനുള്ള മാർഗങ്ങൾ ചെയ്യുക. ഇനി സംഭവശാൽ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന പക്ഷം അവർക്ക് മാപ്പ് നൽകും. അവരെ നരകത്തിൽ കടത്താതെ ശിക്ഷിക്കാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അതല്ല അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അവർ ചെയ്ത തെറ്റിനുള്ള പാപങ്ങൾക്കുള്ള ശിക്ഷ അവർക്ക് നൽകി അതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാണെങ്കിലും അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. കാലാകാലം നരകത്തിൽ കടക്കേണ്ടി വരിക എന്ന് പറയുന്ന ഗതികേട് സത്യനിഷേധികളായ കുഫാറുകൾക്കും മുശ്രിക്കീങ്ങൾക്കും ഉള്ളതുപോലത്തെ ഒരവസ്ഥ ഈ പറയുന്ന ഈമാനും തൗഹീദും ഉള്ള ആളുകൾക്ക് അടിമകൾക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ പറയുന്ന അഖീദക്ക് വിരുദ്ധമാണ് ഖവാരിജുകളായ ആളുകൾ പറയുന്നതും അവർ വിശ്വസിക്കുന്നതും. അല്ലാഹുമ്മ യാ വലിയൽ ഇസ്ലാമി വ അഹ്ലിഹി ثبتنا على الإسلام حتى نلقاك ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഈ ദുആ അല്ലാഹുമ്മ യാ വലിയൽ ഇസ്ലാമി വ അഹ്ലിഹി ഇസ്ലാമിന്റെയും അതിന്റെ ആളുകളുടെയും സംരക്ഷകനായ അതിന്റെ രക്ഷിതാവായ അല്ലാഹുവേ ثبتنا على الإسلام حتى نلقاك മസ്സിക്കന എന്ന മറ്റ് റിവായത്തുകളിൽ കാണും. ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തബ്ബിത്ന എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഹദീസിൽ കാണുന്നത് മസ്സിക്കന എന്ന് പറയുന്നതാണ്. നിന്റെ ദീനുൽ ഇസ്ലാമിൽ ഞങ്ങളെ പിടിച്ചു നിർത്തണം, അതിൽ ഉറപ്പിച്ചു നിർത്തണം. ഞങ്ങളുടെ വിശ്വാസങ്ങൾ ആദർശങ്ങൾ വ്യതിചലിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിൽ നിന്ന് അത് നശിച്ചു പോകുന്ന തകർന്നു പോയി ആദർശവും വിശ്വാസവും ദീനും തകർന്ന് ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകുന്ന ഗതികേട് ഞങ്ങൾക്ക് നീ വരുത്തി വെക്കല്ലേ. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതുവരെ പറഞ്ഞ അഖീദകൾ വിശ്വാസപരമായ കാര്യങ്ങൾ മുസ്ലിമീങ്ങളായ നമ്മൾ കൃത്യമായി വീണ്ടും വീണ്ടും അത് കേട്ട് പഠിച്ച് നമ്മുടെ ആദർശമായി സ്വീകരിക്കുകയും അതിലായി തുടർന്നു പോവുകയും അതിൽ തുടർന്നു പോകാൻ അള്ളാഹുവിനോട് മഹാനായ ഈ പണ്ഡിതൻ ദുആ ചെയ്ത് കാണിച്ചു തന്നതുപോലെ അതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ഇതുപോലത്തെ ദുആകൾ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനി യാ മുസർരിഫൽ ഖുലൂബി വൽ അബ്സാർ സർരിഫ് ഖുലൂബനാ ഇലാ ത്വാഅതി പോലത്തെ ദുആകൾ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ
ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് പോലത്തെ ദുആകൾ നിരന്തരം അത് പറയുകയും നമ്മുടെ കയ്യിൽ ഇൽമുകളോ അതല്ലെങ്കിൽ ഇബാദത്തുകളോ ത്വാഅത്തുകളോ സൽക്കർമ്മങ്ങളോ നമ്മൾ അല്പസ്വല്പം ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഒരിക്കലും നമ്മൾ സുരക്ഷിതരാണ്, രക്ഷപ്പെട്ടവരാണ്, എന്റെ കാര്യത്തിൽ ഞാൻ എല്ലാ നിലക്കും തികഞ്ഞവനാണ് എന്ന് പറയുന്ന ഉജ്ബിലേക്കോ അതല്ലെങ്കിൽ താൻ പെരുമയിലേക്കോ അതല്ലെങ്കിൽ സ്വയം പുകഴ്ത്തുന്നതിലേക്ക് പോകാതെ ഈ പറയുന്ന താഴ്മ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൃത്യമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അതിൽ മുന്നേറാനും അതിലായി ഈ ലോകത്തിൽ നിന്ന് വിട പറയാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.